അപ്പൊ നമ്മൾ എവിടെ വെച്ചെന്ന് പറഞ്ഞു നിർത്തിയേ, ഇന്നാണ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ മോനുണ്ട് ഞങ്ങളുടെ കൂടെ. അത് തന്നെയായിട്ട് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ഭാഗ്യമൊക്കെ. പിന്നെ അവൻ തന്നെയാട്ടോ എന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റും ഇക്കാടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കേക്ക് മുറിച്ചിട്ട് അവന്റെ വായിലായിട്ട് ആദ്യം വെച്ചു കൊടുത്തേ. പിന്നെ അവനെയാണ് ഈ സാരി കടത്തിയേക്കണേട്ടാ. അവനതിന് ഇരിക്കാറൊന്നും ആയിട്ടൊന്നുമില്ല, കുഞ്ഞു ആവയാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടുള്ളെങ്കിലും ഇക്കാനെനിക്ക് 2 വർഷത്തെ പരിചയം ഉണ്ട് കേട്ടാ. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. ഞാൻ ഇക്കാക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ 2 ദിവസം മുന്നേ ഒരു വെള്ളിയുടെ മാല മേടിച്ചോർത്തുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ഒരു ഗിഫ്റ്റ് ആയിട്ട് കാണാൻ പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. ശരിക്കും ഞാനൊരു ഗംഭീര ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തതാ. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി, അതിന്റെ സമയം ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഗിഫ്റ്റ് പയ്യെ വരും. ആളെനിക്ക് ഡയമണ്ടിന്റെ ഒരു റിങ്ങാട്ട് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്ന്. സത്യം പറഞ്ഞ പുള്ളി എനിക്ക് ഗിഫ്റ്റ് ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടി പരിപാടിയിലേക്ക് പോയിട്ടോ. പിന്നെ ഇക്കാരെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല. അവരെ ഞങ്ങൾ കുറെ നേരം നോക്കിയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ അവരെത്തി. പിന്നെ ഞാനാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനിരുന്നത് ഇങ്ങനെയല്ല. ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഇക്കറിയാൻ സർപ്രൈസ് ആയിട്ട് മുറിക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും പുള്ളി അറിയും. പുള്ളി അറിയാണ്ട് എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഇക്കാടെ വീട്ടിലായതുകൊണ്ടാട്ടോ ഇപ്പൊ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത. പക്ഷെ എന്റെ വീട്ടിലാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ഇക്കാടെ ബർത്ത്ഡേയാ. അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പൊ അവിടെ ചെന്നൊരു ചെറിയൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യണേ. സമയം കിട്ടണ്ടേ. ഫോണിലാണ് ഈ സ്റ്റോറേജ് ഫുള്ളായി. അതുകൊണ്ട് ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്തിരുന്നേ. അതുകൊണ്ട് വേറെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞൂട്ടാ. ഫുഡ് അടി കഴിഞ്ഞ് കുറച്ചു നേരം കറണ്ട് പോയി. ഫുഡ് അടി കഴിഞ്ഞ് കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടാ. നമുക്കാണ് സായന്റിന്റെ അമ്മച്ചിന്റെ വീട്ടിൽ കൊണ്ടുവരണം. പിന്നെ അവനാണ് ഇപ്പൊ ഉറങ്ങിയുള്ളൂട്ടാ. അപ്പൊ അവനും ഉമ്മാടെ ഏൽപ്പിച്ചിട്ട് ഞാനിക്കും കൂടെ അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോയി. എനിക്ക് ഇക്ക എവിടെയെങ്കിലും പോകുമ്പോ ഇക്കാടെ ഇപ്പൊ വണ്ടി ചാടിക്കറിയിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടാ. പ്രത്യേകിച്ച് കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഗൾഫിൽ പോണേക്കാളും മുന്നേ രാത്രി ഞങ്ങൾ കറങ്ങാൻ പോയിരുന്നു, ചായ കുടിക്കാൻ പോകാറുന്നു. വെറുതെ വണ്ടിയില് 3 പോവും, അത് തിരിച്ചു. അവനിപ്പൊ ചെറുതായതുകൊണ്ടാണ് നമ്മൾ രാത്രി കറങ്ങാനൊക്കെ പോവാത്തെ. അമ്മച്ചിയുടെ വീടും സായന്റെ വീടും മാനിക്കാടാട്ടാ. ഇവരുടെ വീട് അടുത്തടുത്താ, കുറച്ച് ദൂരമുള്ളൂ. ആദ്യം ഞങ്ങൾ സായന്റിനായിട്ട് കൊണ്ടുവിട്ടത്. സായന്റിയുടെ പുതിയ വീട്. ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. അവിടെ പെരതാമസം വെച്ച സമയത്താണ് ഞാൻ പ്രസവിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ആദ്യം അകത്തേക്ക് കയറുന്നില്ല എന്ന് വെച്ചേ. പിന്നെ ആ വീട്ടിലേക്ക് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല, വീട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി വീടും പരിസരമൊക്കെ ഒന്ന് കണ്ട്. അധികം നേരം നിന്നില്ലാട്ടോ അവിടെ. അപ്പൊ തന്നെ അവിടെ ഇറങ്ങി. ഇനി നമുക്ക് അമ്മച്ചീനെ കൊണ്ടുപോയിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ അമ്മച്ചിയുടെ വീട്ടിലെത്തി. അമ്മച്ചീനെ ഇറക്കിയിട്ടാ. എന്നിട്ട് അവിടെ നമ്മൾ വീട്ടിലേക്കാട്ടോ പോകുന്നത്. പോണ വഴിക്ക് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടാ. അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.